ഷാജാൻ അങ്ങനെ ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രിയിലോട്ട് വന്നതും ഈ ഇറോക്കോ പ്ലേ എന്നുള്ള ഒരു ബ്രാൻഡ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് അതെങ്ങനെയാണെന്ന്? ഞാൻ ഏകദേശം ഒരു 13 വർഷമായിട്ടുണ്ട് ഒരു പ്ലൈവുഡ് മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആദ്യത്തെ ഒരു ദുബായ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ എന്തെങ്കിലും പരിപാടി എന്നുള്ള രൂപത്തിലാണ് റഫീഖ് വുഡ് ഇൻഡസ്ട്രീസ് ആണ് ഒരു ഫാക്ടറിയിൽ കയറുന്നത്. സെയിൽസ് മാനേജർ, സെയിൽസ് സ്റ്റാഫായിട്ടാണ് കയറുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു 13 വർഷം 14 വർഷത്തോളം അതിൻ്റെ സെയിൽസ് മാർക്കറ്റിങ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. അവിടെ നിന്നാണ് പിന്നെ സ്വന്തമായിട്ട്, അതായത് നമ്മൾ ഏകദേശം പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മുടെ രീതിയിലും മറ്റു ജനങ്ങളിലോട്ട് ഒരു പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹം പിന്നെ അതിൻ്റെ ബാക്കിൽ വന്നതാണ്. 2022 ലാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്ത്, ഫസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്വന്തമായിട്ട് ബ്രാൻഡ് ഇറോക്കോ പ്ലേ എന്ന് പറയുന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു സാധാരണ ട്രേഡിങ് സ്പെക്കാണ് ആദ്യം കരുതിയിരുന്നത്. ട്രേഡിങ്ങിൽ ചെയ്യാന്നുള്ള രൂപത്തിലായിരുന്നു, ഏതെങ്കിലും ഒരു നല്ലൊരു ബ്രാൻഡ് എടുത്തിട്ട്. പക്ഷെ ഞാൻ തന്നെയാണ് പിന്നെ അത് ഒപ്പമുള്ളവരോട് പറഞ്ഞത്, നമ്മുടെ പാർട്ട്നേഴ്സിനോട് പറഞ്ഞത്, നമ്മുടെ ഒരു ബ്രാൻഡ് നമ്മുടെ ക്വാളിറ്റിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ്സും നമുക്ക് കിട്ടും, അതിൻ്റെ എന്താ പറഞ്ഞാൽ റിമാർക്ക് ബുദ്ധിമുട്ടുകളും നമ്മൾ അറിയേണ്ടി വരും. പക്ഷെ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പേരും, അതായത് ഇറോക്കോ പ്ലേ എന്നുള്ളൊരു ബ്രാൻഡും വലുതാകുക എന്നുള്ളതാണല്ലോ. കാരണം വേറെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡ് എടുത്തുങ്ങാണ്ട് നമ്മൾ നല്ല രീതിയിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേറെ ആളെ കണ്ടെത്താൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ ബ്രാൻഡ് ഇറോക്കോ പ്ലേ ആകുമ്പോഴുള്ള മെച്ചം എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ തിരഞ്ഞെടുത്ത് എവിടെ പോയാലും ഇറോക്കോ ലാസ്റ്റ് വരുന്നത് നമ്മുടെ അടുത്താണ്. കുറച്ച് ഷോപ്പുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം കസ്റ്റമർ അന്വേഷിച്ച് വരുമ്പോൾ അത് ബ്രാൻഡ് ലെയറിലോട്ടാണ് വരിക, ഷാജാനിലോട്ടാണ് വരിക, ഇറോക്കോ പ്ലേ ചെയ്യുന്ന ആളിലോട്ടാണ് വരുന്നത്.